പാട്ടമാക്കി. നാടകരചന കെ ദാമോദരൻ. കവിത പി കെ ഗോപി, ഡോക്ടർ സാമക്കുട്ടി പക്കനരി. അവതരണം സാഹിത്യവിലാസിനി ഗ്രന്ഥശാല, അയത്ത്. ആവിഷ്കാരം പി എൻ മോഹൻദാസ്. ശബ്ദം നൽകുന്നത് മാസ്റ്റർ ആരൻ, ജ്യോതി എസ്, കണ്ണൻ ഷണ്ണൻ, അനിത ഇലവന്തി, അഫ്താബ് എല്ലാം, എൻ ജഗത്കുമാർ, പ്രഭാകരൻ ഉണ്ണിത്താൻ. സംഗീത നിയന്ത്രണം മാസ്റ്റർ ശബരി. ചെറിയ ഓലപ്പ്, ഒഴിഞ്ഞ തൊഴുത്ത്, മുറ്റത്ത് കായ്ക്കാറായിട്ടില്ലാത്ത അമരച്ചെടികൾ, അതിൻ്റെ ചുവട്ടിൽ ഉടഞ്ഞ കുടവും കലവും കിടക്കുന്നു. 40 വയസ്സ് പ്രായമുള്ള ചടച്ചു പരവശയായ ഒരു സ്ത്രീ പാത്രങ്ങൾ മൂറിക്കൊണ്ടിരിക്കുന്നു. അമ്മ, എൻ്റെ അമ്മയാണ്. എൻ്റെ അനിയത്തി കുഞ്ഞുമാൾ. അവൾക്ക് 17 വയസ്സായി. സുന്ദരിയാണ്. കണക്കില്ലാതെ പട്ടിണി കിടന്നിട്ടും അവളുടെ കണ്ണുകളുടെ തിളക്കം നശിച്ചിട്ടില്ല. പിന്നെ 4 വയസ്സ് പ്രായമുള്ള എൻ്റെ കുഞ്ഞനുജൻ ബാലൻ. അവൻ രാവിലെ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പൊട്ടിയ വയർ തടവിക്കൊണ്ട് അമ്മയോട് എന്തോ പറയുന്നു. മക്കളെ കരയില്ലേടാ, ഇപ്പൊ വരും. കുഞ്ഞുമാള് പോയിട്ടുണ്ട്. വല്ലോ കിട്ടോ നോക്കാൻ. വരാറായിരിക്കുന്നു. മോൻ പോയി കുറച്ച് കളിക്ക്. കുഞ്ഞുമാള് ഇപ്പൊ വരും. മോൻ കരയല്ലേ? തരാട്ടോ, തരാം. ഈശ്വര. അമ്മേ, ഇനി എന്താ വേണ്ടത്? മാധവനാരുടെ പിടികനും കിട്ടിയില്ല. എന്തേ പറഞ്ഞത് അയാള്? വാങ്ങിയതൊക്കെ കിട്ടിയാ മതി എന്ന് പറഞ്ഞു. ഉള്ളതൊക്കെ കിട്ടാക്കുട്ടികൾക്ക് കൊടുക്കാൻ അയാളൊരു പൊണ്ണനൊന്നും അല്ലാത്രേ. അത്തൻകുട്ടിയുടെ പീടിയെ അവിടെയും പോയി. അത്തൻകുട്ടിക്ക് 6 റുപ്പിക കൊടുക്കാനുണ്ട്. പൊന്നുമോനെ കരയില്ലേടാ. ഇന്ന് മോന് മറ്റുള്ള കഞ്ഞി തരാം. അവറാന്റെ പീടിയെ ഒന്ന് പോയി നോക്ക്. അവനൊരു വല്ലാത്തവനാ. 2 റുപ്പിയല്ലേ അവിടെ കൊടുക്കാനുള്ളത്. അവിടെയും പോയമ്മേ. അവൻ എന്തൊക്കെ പറഞ്ഞെന്നു അതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല. കരയല്ലേ മക്കളെ, കരയല്ലേ. ശംഖുനായരുടെ വീട്ടിൽ പോയോ? ഇല്ല, അവിടെ പോയിട്ടില്ല. ഒന്ന് പോയി നോക്ക്. കുറച്ച് കഞ്ഞിയെങ്കിലും തരാൻ പറയും. ഈശ്വര, ഞാനിനി എന്തോ പറയും. ഇന്നെന്ത് സൂത്രമാണ് പറയുകയാവോ? ഇനി പറ്റില്ല ചൊട്ടിയമ്മേ. പാട്ടവാക്കി മുഴുവനും ഇന്ന് കിട്ടണം. എവിടെയാ കിട്ടുന്നേ? അവൻ മില്ലിന്ന് വന്നിട്ടില്ല. ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ വരും. ഒന്നും കഴിക്കാതെയാ പോയിട്ടുള്ളത്. അതുകൊണ്ട് കാര്യമായില്ലല്ലോ. പാട്ടവാക്കി ഇന്ന് തന്നെ കിട്ടണം. അല്ലെങ്കിൽ കേസ് നാളെ ഫയലാവും. ഓർമ്മ വെച്ച് കളിച്ചാൽ മതി. കുറച്ച് ദിവസത്തെ ഇട തരണം രാമൻ നായരെ. വലിയ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ട് ആർക്കാ അപ്പൊ ഇല്ലാത്തേ? ചെറിയവർക്ക് ചെറിയ ബുദ്ധിമുട്ട്, വലിയവർക്ക് വലിയ ബുദ്ധിമുട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പാട്ടം തിരിഞ്ഞ് കിട്ടാഞ്ഞാൽ മനക്കല ചെലവെങ്ങനെ നടക്കുക? ഇക്കൊല്ലം മഴ പെയ്യാതെ വിളവ് നന്നേ കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് നിശ്ചയില്ലേ രാമൻ നായരെ? ആരോടാണെന്ന് വെച്ചിട്ടാ നിങ്ങൾ സംസാരിക്കുന്നേ? ന്യായം പറയുന്നു. മനക്കൻ കാര്യസ്ഥനാണ്. രാമൻ നായരെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ മതി. ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല രാമൻ നായരെ. ഞങ്ങളുടെ സങ്കടം പറഞ്ഞതാ. സങ്കടം മണ്ണാങ്കട്ട. സൂത്രം പറഞ്ഞാൽ രാമൻ നായർ ഒഴിഞ്ഞു പോകുമെന്നാണോ വിചാരിച്ചത്? പറയൂ, ഇന്ന് തരുമോ പാട്ടവാക്കി മുഴുവനും? കിട്ടുണ്ണി ഇങ്ങോട്ട് വന്നോട്ടെ. കുറച്ച് കാശ് ഒരാളോട് കടം ചോദിച്ചിട്ടുണ്ട്. അത് ആദ്യം അങ്ങോട്ട് കൂടാറുന്നില്ലേ? പാട്ടം മുഴുവനും തരണം, അല്ലെങ്കിൽ കുടിയിറങ്ങിപ്പോകുന്നേ പറഞ്ഞോളൂ. ഞാൻ വൈകിട്ട് വരാം. അമ്മേ,
ചായ കുടിക്കണമെന്നില്ല. എന്തായിരിക്കും നിങ്ങൾക്ക് ഇത്ര ഉഷാറില്ലാത്ത? ആ, ഇന്നല്ലേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ദിവസം. എന്ത് ശമ്പളം ചങ്ങായി? ശമ്പളം കിട്ടിയിട്ട് എന്താ? തെല്ലും ദയയില്ലാത്തവരാണ് ഈ മുതലാളികൾ. അതാണ് മുതലാളികൾ. നമ്മൾ തൊഴിലാളികളുടെ രക്തം പിഴിഞ്ഞെടുക്കുകയാണ് അവരുടെ ജോലി. എന്ത് ചെയ്യാം? യാതൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ കമ്പനിയിൽ പോകുന്നത്. അച്ഛനുണ്ടായിരുന്ന കാലത്ത് കൃഷി മാത്രമേ നടത്തിയിരുന്നുള്ളൂ. അനുഭവം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. കിടന്നു പാർക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾ വീടും പറമ്പും ഒഴിഞ്ഞു കൊടുക്കാതിരിക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നതെന്നോ. അതെ, ആ ചായ കുടിക്കും. എൻ്റെ ഇഷ്ട. വീട്ടിലെ സ്ഥിതി വിചാരിക്കുമ്പോൾ എനിക്കിത് കുടിക്കാൻ ഒരു സുഖവും തോന്നണില്ല. വീട്ടിലുള്ളവരൊക്കെ ഞാൻ ചെല്ലുന്നത് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ വെറും കൈയായിട്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോ നിങ്ങൾ എന്തേ ശമ്പളം കൊണ്ട് ചെയ്തത്? കുറേ നാളായി കുഞ്ഞുമാളങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട്. ഒരു ജാക്കറ്റിനുള്ള തുണി വേണം, അത് വാങ്ങി. പിന്നെ നമ്മുടെ പാത്തുക്കുട്ടിക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു, അതും കൊടുത്തു. അങ്ങനെ ഈ ആഴ്ചയിലെ കൂലിയും പുളിശ്ശേരി വെച്ചു. ഇനി ബാലനൊരു കുപ്പായം വേണം, അത് അടുത്ത ആഴ്ചയിലേ പറ്റൂ. അല്ലേ, നിങ്ങളിങ്ങനെ കിട്ടുന്ന ശമ്പളമൊക്കെ ജാക്കറ്റിനും കുപ്പായത്തിനുമായി തുളച്ചാൽ വീട്ടിൽ കഞ്ഞി വയ്ക്കില്ല. പക്ഷേ ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി അസലായിട്ടറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. അറിയാഞ്ഞിട്ടല്ല, എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ ശമ്പളം കൊണ്ടു ചെല്ലുന്നത് കാത്തിരിക്കുന്നുണ്ടാവും അവിടെ. ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാനും കൂടി ഒരു മണിയരിയില്ലേ. ഞാൻ തന്നെ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പണിക്ക് പോകുന്നത്. വല്ലയിടത്തുനിന്നും വായ്പ വാങ്ങി കഞ്ഞി വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും പട്ടിണിയായി. മമ്മതേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ചെയ്തത് തെറ്റായി. കുറച്ച് അരിയെങ്കിലും വാങ്ങായിരുന്നു. പക്ഷെ ഇനി എന്ത് ചെയ്യും? എന്ത് കടും കൈയാണ് ഞാൻ കട്ടിയത്. മമ്മതേ, ഞാനിപ്പോ പോവും. നാളെ കാണാം. അങ്ങനെയാവട്ടെ, നാളെ കാണാം. കുഞ്ഞുമാളു, കുഞ്ഞുമാളു. മോൻ ഇന്ന് വല്ലതും കഴിച്ചോ? ഇവിടെ ഇന്നൊന്നും വെച്ചിട്ടില്ല. ഒന്നും വെച്ചില്ലേ? ശങ്കുനായരുടെ വീട്ടിൽ നിന്ന് കുറച്ച് അരിവാർത്ത കഞ്ഞി കൊണ്ടുവന്നിരുന്നു, അത് അവന് കൊടുത്തു. കഷ്ടം, വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല. ഇന്ന് കൂലി കിട്ടിയില്ലേ മോനെ? കിട്ടി. പക്ഷെ കുഞ്ഞുമാളുവിന് ജാക്കറ്റിനുള്ള തുണി വാങ്ങി. ഇപ്പൊ ഇത് വേണ്ടിയിരുന്നില്ല. കിട്ടുണ്ടി വന്നില്ലേ? കിട്ടുണ്ടി, ആ കിട്ടുണ്ടി. ബാല, ആ പുൽപ്പായങ്ങ് എടുത്തോണ്ട് വാ. കുഞ്ഞുമാളു, ഇത്തിരി മുറുക്കാനങ്ങട്ട് എടുക്ക. എനിക്ക് പ്രായമൊന്നും വേണ്ട, ഇരിക്കാൻ സമയമില്ല. ആട്ടെ, പാട്ട് ബാക്കി ഇങ്ങോട്ട് തന്നാട്ടെ. രാമൻ നായരെ, ഇക്കുറി ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. എന്തേ പറഞ്ഞത്? ബുദ്ധിമുട്ടിക്കുകയാണോ? നന്ദിയില്ലാത്തവർ. നിങ്ങൾക്കാണോ ബുദ്ധിമുട്ട്? നടന്ന് നടന്ന് എൻ്റെ കാലിൻ്റെ തോലൊക്കെ പോയി, എന്നിട്ടും ബുദ്ധിമുട്ട് നിങ്ങൾക്കാണല്ലേ? ശരിയാണ് രാമൻ നായരെ, നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സങ്കടം പറയാൻ, പാട്ട ബാക്കി തരാൻ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഇവിടെ മുറുക്കാൻ ഒന്നും ഇല്ല ഏട്ടാ. എന്നാ അങ്ങനെ നാണിയമ്മയോട് ഇത്തിരി തരാൻ പറ. ഓ, പട്ടിണിയാണ് അത്ര. കിട്ടുണ്ണി, പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൊണ്ണത്താണ്. ആട്ടെ, എത്ര പെണ്ണുങ്ങളുണ്ട് വീട്ടില്? സംസാരിക്കുന്നേ പറഞ്ഞ വായിൽ പല്ലുകാണില്ല. ഓർമ്മ വെച്ച് സംസാരിച്ചു. പാട്ടം മുഴുവനും വെച്ചിട്ട് ന്യായം പറയണം. പാട്ട ബാക്കി തരുന്നു, നിങ്ങൾക്കാ തരേണ്ടത്. അത് വാങ്ങിയേ പോവും. തെമ്മാടി. എന്താടാ നായെ, നിന്റെ പെങ്ങളെ പറഞ്ഞ ഇതിന് പകരം വീട്ടിലെ രാമനായി ഒരു ഒറ്റ മാസത്തിനുള്ളിൽ നിങ്ങളെ കൊണ്ട് വിറ്റ ദണ്ഡിച്ചില്ലെങ്കിൽ ഈ രാമൻ നായരാണല്ല. രാമനായർ ദേഷ്യപ്പെട്ടിട്ടാ പോയിട്ടുള്ളത്.
വിചാരം. തുണ്ണിയുടെ പെങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, പുറത്തൊന്ന് ഇറങ്ങി വരട്ടെ. ആരോടെങ്കിലും കുറച്ച് കാശ് കടം ചോദിക്കും. പട്ടിണി കിടക്കുന്നതിലും ഭേദം കടക്കാരനാവുകയാണ്. നാലെണ്ണ കടം കിട്ടാൻ വേണ്ടി ഞാൻ 4 വീട്ടിൽ ചെല്ലുന്നു. ഉള്ളവർ ഇല്ലാത്തവർക്ക് യാതൊരു ഉപകാരവും ചെയ്യും. ഇനി എന്താണ് വേണ്ടത്? വെറും കൈയോടുകൂടി ഞാൻ എങ്ങനെയാണ് മടങ്ങിച്ചില്ല്? അവർ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു നിവൃത്തിയുണ്ട്, ഒരൊറ്റ നിവൃത്തി. പക്ഷേ അതിനെനിക്ക് ധൈര്യം തോന്നുന്നില്ല. ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല. ഇന്ന് ഞാൻ മോഷ്ടിച്ചാൽ എന്താ? അതേ നിവൃത്തിയുള്ളൂ. ഒരു കുടുംബത്തെ മുഴുവനും പട്ടിണി കിടത്തുന്നതിലും ഭേദം ഒരു കള്ളനാവുകയാണ്. അതെ യജമാനി, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അരി എടുക്കാൻ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പീടികയിൽ കിടന്ന് വല്ലവരും കക്കാറുണ്ടോടാ? എന്താണ് ഉണ്ടാക്കുന്നത്? ചോദിച്ചതിന് ഉത്തരം പറയില്ലേ? കഴുതേ, പറയിക്കാൻ ഇവിടെ അറിയാമെന്നറിഞ്ഞൂടെ? 2 ദിവസമായി എന്റെ കുടുംബം പട്ടിണി കിടക്കുകയായിരുന്നു. പട്ടിണി തീർക്കാൻ നല്ല വഴി. പുതിയ കണ്ടുപിടുത്തമാണല്ലോടാ. എത്ര കാലമായി ഈ സൂത്രം കണ്ടുപിടിച്ചിട്ട്? അപ്പോ നീ ഞങ്ങൾക്ക് പരിചയപ്പെട്ടവനാവണമല്ലോ. ഇത് എത്രാമത്തെ തവണയാടാ? എടോ PC, ആ ഡയറി എടുക്കണോ? എന്താ നീ പറഞ്ഞത്? ഇത് ആദ്യത്തെ തവണയാണെന്നോ? ഇടാ, നീ ഹരിചന്ദ്രൻ കാട്ട് കള്ള. എന്റെ കണ്ണിലാടാ പൊടിയിടാൻ ഭാവം. നീ വലിയൊരു തല്ലുകാരനാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. പാട്ടവാക്ക് ചോദിച്ചപ്പോ ആ മനക്കലെ കാര്യസ്ഥനെ നീ അടിച്ചില്ലേ? ഇല്ലേ? ഇല്ലേടാ? ഞാൻ അടിച്ചു. ആ രാമൻ നായരെ ഞാൻ അടിച്ചു. കൊല്ലേണ്ടതായിരുന്നു. പാട്ടവാക്ക് ചോദിച്ചാൽ കൊല്ലല്ലേ? പാട്ടബാക്കിയല്ല, എന്റെ സഹോദരിയെ അപമാനിച്ചതിന്. നിർത്തടാ. നീ ഒരു സത്യവാനും അവളൊരു സാവിത്രിയും. പറയടാ നേരെ. PC, ഇവനെ ലോക്കപ്പിൽ വെക്കടോ. നേര് പറയില്ലെങ്കിൽ പറയിപ്പിക്കണം. എനിക്കൊന്നും നിശ്ചയില്ല. ഏട്ടനിപ്പോ വന്നോ? ഏട്ടൻ വന്നില്ല അമ്മ. ഏട്ടൻ എങ്ങനാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ സാധിക്ക? ഏട്ടന് പോലീസുകാരെ ജയിലിലേക്ക് പിടിച്ചോണ്ട് പോയില്ലേ? ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ നിരത്ത് വക്കത്ത് കിടന്ന് ബാലനെ വിചാരിക്കുമ്പോഴാ എന്റെ കുഞ്ഞുമാളു. നീ അല്ലാണ്ട് ആരുമില്ല അവന്. നീ അവനെ നല്ലോണം നോക്കണം. ഞാൻ പോയാ അങ്ങനെയൊന്നും പറയില്ല. അമ്മ മരിച്ചാ പിന്നെ ഞങ്ങളുടെ സ്ഥിതി എന്താ? അയ്യോ, എന്തൊരു ചൂട്! ആരാ എന്റെ മേലൊക്കെ തീ കോരിയിടുന്നത്? തീയല്ല അമ്മ, ഇങ്ങോട്ടും വന്ന വെയില്.
നോക്കിക്കൊള്ളാം. എന്റെ മോളെ, അത് മതി. എനിക്ക് അത് മാത്രം മതി. എനിക്ക് മരിക്കണം. കേട്ടുണ്ടി, കേട്ടുണ്ടി, കേട്ടുണ്ടി. പറ, സത്യം പറ. നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? പറ, നേര് പറ. നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? അപ്പോ ഞാൻ കേട്ടത് ശരിയാണ്. ഏട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ മാനം വിറ്റവളാണ്. പക്ഷെ ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ നീത പ്രവൃത്തി ചെയ്തത്. നിനക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയെന്നോ പറയാം. എന്റെ അനുജന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട അനുജന് വേണ്ടി. ഏട്ടൻ ആർക്ക് വേണ്ടിയാ അന്ന് മോഷണം നടത്തിയത്? ആർക്ക് വേണ്ടിയാ ഏട്ടൻ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടത്? എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ അനുജത്തിക്ക് വേണ്ടി, എൻ്റെ അനുജന് വേണ്ടി. അതെ ഏട്ടാ, കഷ്ടപ്പെടുന്ന കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഏട്ടന്റെ അനുജത്തി മാനം വിറ്റു. കുഞ്ഞുമാളു, ഏട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മ യാതൊരു ഗതിയുമില്ലാതെ, മരുന്ന് കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ ഇങ്ങനെ മരിച്ചുവെന്ന് ഏട്ടൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ. ഏട്ടാ, അമ്മ മരിച്ചുവെന്നല്ല പറയേണ്ടത്. ആ ജന്മി, ആ ദുഷ്ടൻ അമ്മയെ കൊന്നെന്ന് പറയണം. അതെ, കൊല്ലുക എന്ന് തന്നെയാണ് പറയേണ്ടത്. പാട്ടബാക്കി എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ നെല്ല് മുഴുവനും പിടിച്ചു പറിക്കുക, ഒരു ഗതിയുമില്ലാതെ നിരത്തുപക്കത്ത് കിടന്ന് ചാവാൻ വിടുക, അതിന് കൊല്ലുക എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത്തരം ജന്മികളെ കൊണ്ടാണ് നമ്മളെ പോലെയുള്ളവർക്ക് കത്തേണ്ടി വരുന്നത്, വ്യഭിചരിക്കേണ്ടി വരുന്നത്. ഈ സമൂഹത്തിൽ മോഷണവും വ്യഭിചാരവും ഇല്ലാതാവണമെങ്കിൽ ദാരിദ്ര്യം നശിക്കണം. ദാരിദ്ര്യം നശിക്കണമെങ്കിലോ ഇന്നത്തെ ഭരണ സമ്പ്രദായം മാറണം. മാറണം, പക്ഷെ എങ്ങനെ? എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. വരൂ. ഭൂമരങ്ങളായുയർന്നു നന്മയെ കാത്തിടേണം, കാത്തു നിൽക്കു കാലം പുഷ്പമാ പടർന്നിറങ്ങും ആ നിമിഷം കാലമേറ്റെടുത്തിടും സഖാ